Hello friends, welcome again to Eng-lane English classroom. Friends, നമ്മൾ 9ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ മൂന്നാമത്തെ യൂണിറ്റ് പൂർണ്ണാർത്ഥത്തിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞു. നമുക്കറിയാം കഴിഞ്ഞ വീഡിയോയോട് കൂടി എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ we are opening the discussion on the 4th unit. Okay, let us start. We have learned the 3rd unit. What's it? എന്താണ് മൂന്നാമത്തെ യൂണിറ്റ്? ഏതാണ്ട് അതിൻ്റെ പേരെന്താ? Care for the morrow. What was it about? എന്തായിരുന്നു അതിൻ്റെ തീം? That is preservation of nature. നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, പ്രകൃതി സംരക്ഷണമാണ്. We have to preserve our nature, otherwise we cannot survive. നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, നിലനിൽക്കാൻ കഴിയില്ല. There will be many hazards. ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടാവും, നമുക്കറിയാം. Have you ever faced any such hazards? എന്തെങ്കിലും അത്ര hazards നിങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ടോ? How can you survive? നമുക്ക് എങ്ങനെ സർവൈവ് ചെയ്യാൻ കഴിയുക, അതിജീവിക്കാൻ കഴിയുക? What are the problems that we face in our life? ജീവിതത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാവാം. That can be man-made or nature. രണ്ട് തരത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതല്ലാതെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരിക? Do you face them yourself or with the help of others? If there is a problem, how you face them or how you face it? Yourself or with the help of the others? നിങ്ങൾ ഒറ്റയ്ക്കാണോ അത് അഭിമുഖീകരിക്കുക, അതല്ല മറ്റുള്ള സഹായത്തോടു കൂടിയാണോ? Have you ever been inspired or motivated by someone in your life? ജീവിതത്തിൽ ആരെങ്കിലും നിങ്ങളെ പ്രചോദിപ്പിച്ചിട്ടുണ്ടോ? What or who has inspired you in your life? ആരല്ലെങ്കിൽ എന്താ നിങ്ങളെ പ്രചോദിപ്പിച്ചത്? എന്താണ്? What's the role of inspiration in shaping your personality? നമ്മുടെ വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതിൽ എന്താണ് ഇൻസ്പിറേഷൻ്റെ പങ്ക്? കാര്യങ്ങളൊക്കെ ചോദിച്ച് നിങ്ങൾ ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് നിങ്ങൾ ആലോചിക്കുക. റൈറ്റ്? നൗ you can see a picture here. I think you might have seen this. കണ്ടിട്ടുണ്ടാവും. ഈ ഭാഗത്തുള്ള ആൾ ഇവരാണ് വായിക്കുന്നത്. ഇവർ വായിക്കുന്നില്ല, ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതാരാന്നൊക്കെ നമുക്കറിയാം, ഞാൻ ഒരു പാഠത്തിൽ നമ്മൾ പരിചയപ്പെട്ടതാണ്. ഇതാരാന്നറിയാം. Who are they? You know, this is Anne Sullivan Mercy and this is Helen Keller. You know that. Why are they famous? What were Helen's problems? അത് പറയുമ്പോൾ അതിൻ്റെ ഉത്തരം വരിക. എന്തായിരുന്നു ഹെലൻ്റെ പ്രശ്നം? എന്തായിരുന്നു? ഷി വാസ് ബ്ലൈൻഡ് ആൻഡ് ഡെഫ്. കണ്ണും കാണുമായിരുന്നില്ല, ചെവിയും കേൾക്കുമായിരുന്നില്ല. ഷി വാസ് ഡം ടു. അതൊക്കെ നമുക്കറിയുന്നതാണ്. അങ്ങനെ കുറേ ഡിസബിലിറ്റീസ് ഉണ്ട്. സ്റ്റിൽ ഷീ റീച്ച്ഡ് ദ പീക്ക് ഓഫ് ഫെയിം. എന്നിട്ട് പോലും അവൾ എന്ത് ചെയ്തു? പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തി. അവർ ഒരുപാട് വർക്ക് ചെയ്തിട്ട് വളരെ ഉന്നതങ്ങളെത്തി. റെഡിയാണല്ലോ. അവർ യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങൾ അതൊക്കെ ഡിസബിലിറ്റീസാണ്, നമുക്കറിയാം. കണ്ണ് കാണുന്നില്ല, അത് ഡിസബിലിറ്റിയാണ്. ചെവി കേൾക്കുന്ന ഡിസബിലിറ്റീസാണ്. യഥാർത്ഥത്തിൽ ഡു യു കൺസിഡർ ഡിസബിലിറ്റീസ് ആസ് ലിമിറ്റേഷൻസ്? ഡിസബിലിറ്റീസ് ഒരു പരിമിതിയാണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? എന്താ? വാട്ട് ഹെൽപ്ഡ് ഹെലൻ ടു ഓവർകം ഹർ ഡിസബിലിറ്റി? ഡിസബിലിറ്റി ഉണ്ടെങ്കിലും അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓവർകം ചെയ്യാൻ പറ്റും. ഹെലന് എങ്ങനെയാണ് ഓവർകം ചെയ്യാൻ പറ്റിയത്? എങ്ങനെയാണ് അവർ ഹെലന് ഹൗ ഡിഡ് ഷീ ഓവർകം ദം? എങ്ങനെ അവരത് ഓവർകം ചെയ്ത് തരണം ചെയ്തത് എങ്ങനെയാണ്? വാട്ട് ഡു വി ലേൺ ഫ്രം അവർ ലൈഫ്? അവരുടെ ജീവിതത്തിൽ നമ്മൾ എന്താ പഠിക്കേണ്ടത്? ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമുക്കറിയാം നമുക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ട്, എന്നിട്ട് പോലും നമുക്ക് ഭൂരിഭാഗം കുട്ടികൾക്ക് ഡിസബിലിറ്റി ഇല്ല. നല്ല ബുദ്ധിശക്തി ഉണ്ട്, കായിക ശക്തി ഉണ്ട്. പക്ഷെ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്നത് പോലെ ആകുന്നില്ല. അതെന്തുകൊണ്ടാണ്? ഇവർക്കൊക്കെ ഈ ക്വാളിറ്റി ഉണ്ട്. ഡിറ്റർമിനേഷൻ, കൺവിക്ഷൻ ആൻഡ് പവർ ഓഫ് ദ മൈൻഡ്. ഈ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മൾ വിചാരിക്കുന്നിടത്ത് എത്താൻ പറ്റുള്ളൂ. നമുക്കൊരു ബോധ്യം വേണം, നമുക്കൊരു ഉറച്ചൊരു തീരുമാനം വേണം, മനക്കരുത്ത് വേണം. അതുണ്ടെങ്കിൽ നമുക്ക് എന്ത് പ്രശ്നങ്ങളുടെയും എന്ത് ചെയ്യാൻ പറ്റും? അതിജീവിക്കാൻ പറ്റും. അതുപോലെ ദ എബിലിറ്റി ടു മാനേജ് ദ ഡിസാസ്റ്റർ ഇഫക്റ്റീവ്ലി. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊക്കെ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടായാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് മറ്റൊരു തലത്തിൽ കാണാൻ പറ്റും. അതൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. നോക്കണേ, വി ക്യാൻ സി അനദർ പിക്ചർ. വാട്ട്സ് ദിസ്? വാട്ട്സ് ദിസ്? പ്ലീസ് റീഡ് ദിസ് വൺ. കീപ് എ ഫേസ് ഓൾവേസ് ടുവാർഡ് ദ സൺഷൈൻ ആൻഡ് ദ ഷാഡോസ് വിൽ ഫാൾ ബിഹൈൻഡ് യു. വാൾട്ട് വിറ്റ്മാൻ്റെ ഒരു കോട്ടാണ്. ഇതെന്താ മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾക്ക്? എന്താണത്? ദാറ്റ് ഈസ് ഡോൺ. ഡോൺ ആണ്. രാവിലെ നേരം വെളുത്ത് വരുന്ന ആ ഒരു
കണ്ടിട്ടുണ്ടാവും. റെഡിയല്ലേ? ഇത് വിറ്റ്മാൻ്റെ കോട്ടാണ്. എന്താ അദ്ദേഹം പറയുന്നത്? കീപ്പ് എ ഫേസ് ഓൾവേസ് ടുവാർഡ്സ് ദ സൺ. എപ്പോഴും നമ്മൾ എങ്ങോട്ടാണ് മുഖം തിരിക്കേണ്ടത്? സൂര്യപ്രകാശത്തിന് നേരെയാണ്. ആൻഡ് ദ ഷാഡോസ് വിൽ ഫോൾ ബിഹൈൻഡ് യു. അപ്പം നമ്മളെ നിഴല് നമ്മളെ പിന്നിലായിട്ടാണ് വരിക. മനസ്സിലായിട്ടുണ്ടാവും. അതായത് നമ്മുടെ ജീവിതത്തിലെ അല്ലെങ്കിൽ നമ്മുടെ മറ്റു കാര്യങ്ങൾ നമുക്കുള്ള പോസിറ്റീവ് കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിച്ചാൽ മറ്റു കാര്യങ്ങളൊന്നും നമ്മളെ ശ്രദ്ധയിൽ വരൂല എന്നാണ് അതിൻ്റെ അർത്ഥം. റെഡിയല്ലേ? വാട്ട് യു സീ ഇൻ ദ പിക്ചർ യു നോ ദാറ്റ്സ് ഡോൺ. അറിയാലോ? ഡോൺ എന്ന് പറഞ്ഞാൽ പ്രഭാതമാണ്. അതായത് ആദ്യമായിട്ട് സൂര്യരശ്മി വരുന്ന ആ ഒരു സമയമാണ് ഏത് ഡോൺ എന്ന് പറയുന്നത്. ഡോണ് ഡസ്ക് നിങ്ങൾക്ക് അറിയായിരിക്കും. അത് പ്രഭാതം, പ്രദോഷം, പുലരി ഒക്കെ അറിയാലോ. ഹൗ ക്യാൻ യു കണക്ട് ദ പിക്ചർ വിത്ത് അവർ ലൈഫ്സ്? എങ്ങനെയാണ് ജീവിതങ്ങളായിട്ട് അതിനെ ബന്ധിപ്പിക്കുന്നത്? എങ്ങനെയാണ്? എന്താണ് ഓരോ പ്രഭാതവും നമുക്ക് തരുന്നത്? ഓരോ പ്രഭാതവും നമുക്ക് പുതിയ പ്രതീക്ഷകളാണ് തരുന്നത്. അത് പുതിയൊരു ദിവസമാണ്. ദാറ്റ്സ് എ ന്യൂ ഡേ. ദാറ്റ് ഈസ് ഇൻ എ വേ ദാറ്റ് ഈസ് ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ഓരോ ദിവസം പടച്ചോൻ നമുക്ക് തരുന്ന സമ്മാനങ്ങളാണ്. അത് തന്നു. അതെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു കാര്യത്തിൽ കിട്ടുന്നതാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, എവറി ഡേ ഈസ് ന്യൂ. നമുക്കറിയാം. വാട്ട് മീനിങ് ക്യാൻ ഇൻഫർ ഫ്രം ദ കൊട്ടേഷൻ? ചർച്ച ചെയ്തു. ഞാൻ ആ കാര്യം പറഞ്ഞു. അതായത് ഒന്ന് ആ കാര്യങ്ങൾ വിശദീകരിക്കാൻ നോക്കണേ. ഇറ്റ് ഈസ് എ പിക്ചർ ഓഫ് എ ബ്യൂട്ടിഫുൾ ഡോൺ ആൻഡ് ദർ ഈസ് എ ഫേമസ് ഇൻസ്പിറേഷണൽ കോട്ട് ഫ്രം വാൾട്ട് വിറ്റ്മാൻ in which he exhorts us to face the sunshine so that the shadows will fall behind us. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അത് കേട്ടോ. His words remind us of the importance of being positive. പറഞ്ഞ കാര്യമാണ്. നമ്മളെല്ലാ കാര്യം പോസിറ്റീവ് ആവേണ്ടതിൻ്റെ പ്രാധാന്യം അത് ഓർമ്മിപ്പിക്കുന്നത്. rather than 10 negative emotions. എന്തിനെ നമ്മൾ ഊട്ടി വളർത്തുന്നതിനേക്കാളും നെഗറ്റീവായ വികാരങ്ങളെ നമ്മൾ താലോലിക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ നമ്മൾ പരിഗണിക്കുന്നതിനേക്കാളും നല്ലത് എന്ത് ചെയ്യലാണ്? എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? പോസിറ്റീവ് ആവണം. അറിയാലോ? ഹൗവർ ഹാർഡ് ടൈംസ് മേ ടെസ്റ്റസ്. ചിലപ്പോഴൊക്കെ എന്തായാലും ഇവിടെ പ്രയാസമുള്ള സമയങ്ങളൊക്കെ നമ്മളെ പരീക്ഷിച്ചേക്കാം. We have to be self-assured that there is always a glimmer of hope somewhere. അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. പാഠത്തിൻ്റെ മെസ്സേജും ചിന്തയും അതാണ്. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് സ്വയം നമ്മളൊരു വിശ്വാസത്തിലെടുത്തിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എവിടെയോ പ്രതീക്ഷയുടെ ഒരു വെളിച്ചമുണ്ട് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്കൊരിക്കലും എന്ത് ചെയ്യില്ല, ഒരു ഡിസ്പയറോ അതല്ലെങ്കിൽ നിരാശയോ അല്ലെങ്കിൽ ഫ്രസ്ട്രേഷനോ ഒന്നും നമ്മളെ ബാധിക്കില്ല. ഓക്കെ ആണല്ലേ മക്കളെ? ആ കാര്യം ക്ലിയർ ആയില്ല? ഫസ്റ്റ് പേജിൽ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയല്ലോ. നൗ ക്യാൻ യു ഗസ് ദ തീം ഓഫ് ദ ഫോർത്ത് യൂണിറ്റ് ഫ്രം വാട്ട് വി ഹാവ് ഡിസ്കസ് സോ ഫാർ? നമ്മളിപ്പോൾ ഈ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്തായിരിക്കും ഇതിൻ്റെ തീം എന്ന് പറയാൻ പറ്റുമോ? എന്തായിരിക്കും ഈ ഫോർത്ത് യൂണിറ്റിൻ്റെ തീം? എന്തായിരിക്കും? നമ്മൾ കുറേ ചിത്രം ഈ കാര്യങ്ങളൊക്കെ വന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ദാറ്റ് ഈസ് പവർ ഓഫ് ഹോപ്പ്. എന്താണ്? പ്രതീക്ഷയുടെ ശക്തിയാണ്. റെഡിയല്ലേ? നമ്മൾ ജീവിപ്പിക്കുന്നത് പ്രതീക്ഷയാണ്. നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത് പ്രതീക്ഷയാണ്. അതിൻ്റെ ശക്തിയാണ്. വാട്ട്സ് ദ ടൈറ്റിൽ ഓഫ് ദ യൂണിറ്റ്? എന്താ നമ്മൾ യൂണിറ്റിൻ്റെ പേര്? ഡോൺ ഓഫ് ഹോപ്പ്. നമ്മൾ പറഞ്ഞു ഡോൺ എന്ന് പറഞ്ഞാൽ ദ ഫസ്റ്റ് ലൈറ്റ് ഓഫ് ഡേ. അറിയാലോ? ഓർ ദ പീരീഡ് ഇൻ ദ ഡേ വെൻ ദ ലൈറ്റ് ഫ്രം ദ സൺ ബിഗിൻസ് ടു അപ്പിയർ ഇൻ ദ സ്കൈ. ആദ്യമായിട്ട് വെളിച്ചം ഇങ്ങനെ വെച്ച് വരുന്ന ആ സമയമാണ് നമ്മൾ പറഞ്ഞതാണ്. റെഡിയല്ലേ? ഹോപ്പ് നമുക്കറിയാം, പ്രതീക്ഷ എന്നാണ്. അറിയാലോ? നൗ സി അനദർ പിക്ചർ. ഖുഷി. ഇതാരാളെന്നറിയാം? അവരെ നിങ്ങൾക്ക് എന്താ പിക്ചർ കാണുമ്പോൾ തോന്നുന്നത് എന്താണ്? ഷീസ് ഇറാസിംഗാൾ. ആരാണ് ഇവർ? ഇറാസിംഗാളാണ്. അവർ മോശക്കാരിയല്ല, വലിയ ഉന്നതങ്ങളിലെത്തിയ ഒരാളാണ്. ദ ടോപ്പർ ഇൻ ദ സിവിൽ സർവീസസ് എക്സാമിനേഷൻ 2015. 2015 സിവിൽ സർവീസ് പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ ആളാണ് അവർ. അപ്പം മോശക്കാരിയല്ലല്ലോ. ഷീ ഹാസ് ഫോട്ട് ബ്രേവ്ലി അഗെയിൻസ്റ്റ് ഹർ ഡിസബിലിറ്റീസ്. ശ്രദ്ധിക്കണം, നമുക്കുള്ള മെസ്സേജ് അതാണ്. അവരുടെ എല്ലാ ലിമിറ്റേഷനെതിരെയും അവരെന്ത് ചെയ്തു? ശക്തിയായിട്ട് പോരാടി. ഇൻ ഓർഡർ ടു റീച്ച് ദിസ് പ്രസ്റ്റീജിയസ് പൊസിഷൻ. വളരെ അഭിമാനാർഹമായ ഈ സ്ഥലത്തെത്താൻ വേണ്ടിയിട്ട്. മനസ്സിലായിട്ടുണ്ടാവും. അപ്പം മക്കൾ ശ്രദ്ധിക്കണം, അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്കുലിയോസിസ് എന്ന് പറയുന്ന ഒരു അസുഖം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അബ്നോർമൽ ബെൻഡ്, ഒരു കർവ് വരിക നമ്മളെ സ്പൈന്, നട്ടലിന് പിന്നെ ഒരു
വളവ് വരുന്ന സ്കലിയോസിസ് എന്നതിൻ്റെ പേര്. അങ്ങനത്തെ ഒരു അസുഖമുണ്ട്, ഒരു പ്രശ്നമുണ്ട്, ഒരവസ്ഥ ഉണ്ട്. ആ അവസ്ഥ അവർക്കുണ്ടായിരുന്നു. അവരെ കണ്ടാലറിയാം നമുക്ക്. പക്ഷെ അവരതൊന്നും കൂസാതെ നന്നായിട്ട് അധ്വാനിച്ചു, പ്രതീക്ഷ നിലനിർത്തി. അങ്ങനെ അവർ വളരെ ഉന്നതമായ സ്ഥാനത്തെത്തി. എന്താ അവർ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാൻ പറയുന്നത് നോക്ക്. ദർ ആർ നോ പ്രോബ്ലംസ് ഇൻ ലൈഫ് എക്സെപ്റ്റ് ദോസ് ദാറ്റ് വി ചൂസ് ടു കൺസിഡർ ആസ് പ്രോബ്ലംസ്. നമ്മൾ പ്രശ്നമായിട്ട് പരിഗണിക്കുന്നതല്ലാത്ത ഒരു പ്രശ്നവും ജീവിതത്തിലില്ല. അതായത് ഒരു കാര്യം വരുമ്പോൾ നമ്മളതിന് പ്രശ്നമായി നമ്മൾ എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് പ്രശ്നമായിട്ട് വരുള്ളൂ. ലൈഫ് ഗീവ്സ് അസ് ചാലഞ്ചസ്. ജീവിതം നമുക്ക് നൽകുന്നത് വെല്ലുവിളികളാണ്. ഇറ്റ് ഈസ് അപ് ടു അസ് ടു ടേക്ക് ദം ആസ് ഓപ്പർച്യൂണിറ്റീസ് ഓർ പ്രോബ്ലംസ്. ആ ചാലഞ്ചിന് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അവസരമാക്കാം, അല്ലെങ്കിൽ പ്രശ്നങ്ങളാക്കാം. ഇറ്റ് ഈസ് അപ് ടു യു, അല്ലെ അപ് ടു അസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അവർ ചോയ്സ് എന്ന അർത്ഥം ഇംഗ്ലീഷിൽ പ്രയോഗമാണത്. ഇറ്റ് ഈസ് അവർ ചോയ്സ് ടു ടേക്ക് ദം ആസ് ഓപ്പർച്യൂണിറ്റീസ് ഓർ പ്രോബ്ലംസ്. എവറി വൺ ഹാസ് ഡിഫറെൻറ്റ് ഇഷ്യൂസ് ടു ഹാൻഡിൽ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഓരോരുത്തർക്കും വ്യത്യസ്തമായ കാര്യങ്ങളാണ്, പ്രശ്നങ്ങളാണ് കൈകാര്യം ചെയ്യാനുള്ളത്. ബട്ട് ഹൗ വി ഹാൻഡിൽ ദം വിൽ ഡിഫൈൻ വാട്ട് ഇമ്പാക്റ്റ് വി ലീവ് ഓൺ ദ വേൾഡ്. നമ്മളതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതാണ് നമ്മൾ ലോകത്ത് എന്ത് പ്രഭാവമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് തീരുമാനിക്കുന്നത്. ആ പ്രശ്നങ്ങളൊക്കെ, ഇഷ്യൂസൊക്കെ കൃത്യമായി നമ്മൾ കൈകാര്യം ചെയ്താൽ നമുക്കും വിജയിക്കാൻ പറ്റും. അതിലൂടെ നമുക്ക് ലോകത്തിന് നല്ല ഒരു സംഭാവനകൾ നൽകാൻ കഴിയും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? അപ്പോൾ അതിൻ്റെ മെസ്സേജ് എന്താണ്? എല്ലാ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ നമ്മൾ പ്രോബ്ലമായിട്ട് എടുക്കാതെ എന്തായിട്ട് എടുക്കണം, അവസരമായിട്ട് എടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഒരു കുട്ടി ഒരു പരീക്ഷ തോറ്റു. അപ്പോൾ ആ കുട്ടി ചിന്തിക്കേണ്ടത് എന്താണ്? ഇത് നമ്മൾ ഫിസിക്കലി ലിമിറ്റേഷനെ പറ്റിയല്ല, ഞാൻ അങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് കൊള്ളിക്കാൻ ഞാൻ ചെറിയൊരു വളരെ സിമ്പിളായൊരു ഉദാഹരണം പറയാം. പരീക്ഷയ്ക്ക് തോറ്റു ഒരു കുട്ടി ചിന്തിക്കുകയാണ്, ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ചിട്ടില്ല, എനിക്കൊരുപാട് കാര്യങ്ങൾ ഇനി ഉപയോഗിക്കാൻ കഴിയുമായിരുന്നു, ഞാൻ ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടായി. അത് നന്നായിട്ട് ഉപയോഗിച്ചാൽ എനിക്ക് വളരെ ഉഷാറാൻ പറ്റും. അങ്ങനെ ഒരു പുതിയ ഊർജ്ജത്തോട് കൂടിയിട്ട് നന്നായിട്ട് അവൻ പഠിച്ചാൽ, അല്ലെങ്കിൽ അവൾ പഠിച്ചാൽ തീർച്ചയായിട്ടും ഒക്കെ നല്ലൊരു ഏതിലെത്താൻ പറ്റും, ആ മാർക്കോ അല്ലെങ്കിൽ കാര്യങ്ങളോ നേടാൻ കഴിയും. അപ്പോൾ ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഇനി എന്താ ഇതിനുള്ള പാടെന്താ? അവർ ലൈഫ് ഈസ് ഫുൾ ഓഫ് അൺസർട്ടനിറ്റീസ്. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഫുള്ള് അനിശ്ചിതത്വങ്ങളാണ്. റെഡി അല്ലേ? ആൻഡ് ചാലഞ്ചസ്, വെല്ലുവിളികളാണ്. ആൻഡ് വിച്ച് ക്യാൻ ടേക്ക് എനി ഷേപ്പ് അറ്റ് എനി ടൈം. അതേത് സമയത്ത് ഏത് രൂപം ഏത് ഭാവം ഉണ്ടാവാം. ഇറ്റ് മേ ബി ഇൻ ദ ഫോം ഓഫ് ഡിസബിലിറ്റീസ്. ഈ അനിശ്ചിതത്വങ്ങൾ അതല്ലെങ്കിൽ വെല്ലുവിളികളൊക്കെ അംഗപരിമിതിയുടെ രൂപത്തിലാണ്. നമുക്കത് പ്രശ്നങ്ങൾ പറഞ്ഞല്ല, നമ്മുടെ കൈയിൻ്റെ കുഴപ്പമോ കാലിൻ്റെ കുഴപ്പമോ അതല്ലെങ്കിൽ മാറിയ പ്രശ്നങ്ങൾ, നമ്മുടെ ഷേപ്പുള്ള പ്രശ്നമോ സിമട്രിയുള്ള പ്രശ്നമോ ഒക്കെ ആവാം. ഡിസാസ്റ്റേഴ്സ്, ദുരന്തങ്ങളാവാം. ആക്സിഡൻസ്, അപകടങ്ങളാവാം. ഡിസബിലിറ്റി ഡസ് നോട്ട് ഡിറ്റർ അസ് ഫ്രം അവർ ഗോൾസ്. അതാണ് നമ്മൾ മനസ്സിൽ കൊണ്ടുവരേണ്ടത്. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ ലക്ഷ്യം നേടുന്നതിൽ നിന്ന് അതൊന്നും നമ്മളെ തടയില്ല എന്നാണ് തീരുമാനിക്കുക. അങ്ങനെ തീരുമാനിച്ചാൽ നമുക്ക് വിജയിക്കാൻ കഴിയും. ഓക്കെയുള്ള മക്കളെ? അപ്പോൾ പ്രധാന തീം നമ്മൾ പറഞ്ഞു പവർ ഓഫ് ഹോപ്പാണ്. പിന്നെ എന്തൊക്കെ ആയിരിക്കും ഈ ചർച്ച ചെയ്യുന്നുണ്ടാവുക? ഇൻസ്പിറേഷൻ ഉണ്ട്, ഒപ്റ്റിമിസം ഉണ്ട്. ഇൻസ്പിറേഷൻ നമുക്കറിയാം, പ്രചോദനമാണ്, നമുക്കറിയുന്നതാണ്. ഒപ്റ്റിമിസം നമുക്കറിയാം, ശുഭാപ്തിയാണ്. കമ്പാഷൻ അറിയാം, അനുതാപ്, ഒരു സിമ്പതി പോലുള്ള അതിൻ്റെ അടുത്തുള്ളത്, അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഏതാണ് വികാരമാണ്. ഫ്രണ്ട്ഷിപ്പ് അറിയാം, ട്രസ്റ്റ് വിശ്വാസം അറിയാം, കൺവിക്ഷൻ ബോധ്യം അറിയാം, സാക്രിഫൈസ് ത്യാഗം അറിയാം, ലൈഫ് സ്കിൽസ് അറിയാം, ജീവ നൈപുണികളാണ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ദുരന്ത നിവാരണമാണ്. അത് എങ്ങനെയാണ് നിവാരണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതിനെ നമ്മൾ എന്ത് ചെയ്യുക, കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. ഇതൊക്കെയാണ് ഇതിലുള്ള ഏത് സബ് തീമുകൾ. ഓക്കെ, പവർ ഓഫ് ഹോപ്പ് ആൻഡ് ഇൻസ്പിറേഷൻ ക്യാൻ വർക്ക് മിറക്കിൾസ് ഇൻ അവർ ലൈഫ്. ഈ യൂണിറ്റ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നതിൻ്റെ ചെറിയൊരു സമ്മറിയാണ്, ഇൻട്രൊഡക്ഷനാണ്. ഇറ്റ് ക്യാൻ ലിഫ്റ്റ് അസ് അപ്പ് in desperate and distressed moments and enable us to live and move forward with confidence. Hope ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ നടക്കും. റെഡി അല്ലേ? When faced with grave difficulties and unbearable pain or suffering, hope seems to be only antidote. മറുമരുന്നിനാണ് ആൻറ്റിഡോട്ട് എന്ന് പറയാം. മറുമരുന്നിനാണ് ആൻറ്റിഡോട്ട്. ഒരു അസുഖത്തിന് നേരെ ചികിത്സയാണ് ഇത് ആൻറ്റിഡോട്ട്. റെഡി അല്ലേ? നമ്മൾ ഒരുപാട് പ്രയാസങ്ങൾ നമ്മൾ നേരിടുമ്പോൾ
അതുപോലെ സഹിക്കാൻ പറ്റാത്ത വേദനകൾ നമ്മൾ നേരിടുമ്പോൾ, പ്രയാസങ്ങൾ നേരിടുമ്പോൾ ആ പ്രതീക്ഷ അതിൻ്റെ ഒരു മറുമരുന്നായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ ഉന്മേഷം നൽകുന്നു എന്നാണ്. ദി യൂണിറ്റ് ഈസ് ഇൻറ്റൻഡഡ് ടു ജനറേറ്റ് പോസിറ്റീവ് തോട്ട്സ് ഇൻ ദ മൈൻഡ് ഓഫ് ദ ലേണേഴ്സ്. അതാണ് നമ്മൾ മനസ്സിൽ കൊണ്ടുവരേണ്ടത്. പഠിക്കുന്ന ആളുകൾ, നമ്മുടെ പഠിതാക്കളെ മുമ്പിൽ കുട്ടികളുടെ മനസ്സിൽ വളരെ പോസിറ്റീവ് ചിന്തകൾ ഉണ്ടാക്കിയെടുക്കുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇൻകൾക്കേറ്റ് ഇൻ ദ പവർ ഓഫ് ഹോപ്പ് ആൻഡ് ഇൻസ്പിറേഷൻ. പ്രതീക്ഷയുടെയും അതുപോലെ തന്നെ പ്രചോദനത്തിൻ്റെയൊക്കെ ആ ഒരു പവർ, ആ ഒരു ശക്തി അവരിൽ ഉണ്ടാക്കിയെടുക്കുക എന്നതുമാണ് ഈ യൂണിറ്റിൻ്റെ ലക്ഷ്യം. ക്ലിയർ ആണല്ലോ മക്കളെ? പ്രശ്നങ്ങൾ ഉണ്ടാവില്ലല്ലോ. നൗ ലെറ്റ് us see lessons in the unit. ജംഗിൾ എയർ ക്രാഷ് അതൊരു നറേറ്റീവാണ്. ജൂലിയൻ മാർഗ്രറ്റ് ഖാപ്പക്കാണ് അത് എഴുതിയത്. ഓൺ കില്ലിങ് എ ട്രീ പോയാണ് അത് എഴുതിയത് ജി പട്ടേലാണ്. ദ ലാസ്റ്റ് ലീഫ് അത് സ്റ്റോറിയാണ് എഴുതിയ ഓ ഹെൻറിയാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ആയല്ലോ. നമുക്ക് റൈറ്റർ പരിചയപ്പെട്ടാലോ? ഹു ഇസ് ദിസ്? ദിസ് ഈസ് ജൂലിയൻ ഡിലർ. ഷി വാസ് ബോൺ ഓൺ 10th October 1954. Still alive. That's why we are not mentioning other dates. Okay. Now there is some information. ഒന്ന് വായിച്ചു നോക്കുക. അവരെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിലുണ്ട്. ഒന്ന് വായിച്ചു നോക്കുമല്ലോ. നിങ്ങൾ വായിച്ചു നോക്കുമല്ലോ. വായിച്ചു നോക്കണം. എന്നിട്ട് നമ്മൾ പ്രൊഫൈൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി നമുക്ക് ആലോചിക്കാം. റെഡി അല്ലേ? Now what we are going to discuss now is the jungle air crash. അതാണ് ചർച്ച ചെയ്യുന്നത് ജൂലിയൻ മാർഗ്രറ്റ് കോപ്പക്കിൻ്റെ. നല്ലോണം ശ്രദ്ധിക്കണം. ആ പേര് കേൾക്കുമ്പോൾ ജംഗിൾ എയർ ക്രാഷ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? വാട്ട് ഇൻഫർമേഷൻ ഡു യു ഗെറ്റ് ഫ്രം ദ ടൈറ്റിൽ? എന്തിനെ കുറിച്ചായിരിക്കും ഈ കഥ ഉണ്ടാവുക, നറേറ്റീവ് ഉണ്ടാവുക? ഒന്നെ ജംഗിൾ എയർ ക്രാഷ് ഒന്ന് ഗസ് ചെയ്യുക. എന്താ അതിൻ്റെ അർത്ഥം? എന്താ എയർ ക്രാഷ്? വിമാനം ദുരന്താണ്. വിമാനം തകരലാണ്. ഒക്കെ നമുക്കറിയാം. ജംഗിള് കാടാന്നറിയാം. ഇപ്പോൾ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡു യു നോ വാട്ട് ഇസ് അബൌട്ട്? എന്തിനെ കുറിച്ചായിരിക്കും പറയുണ്ടാവുക? ഹു ഈസ് ദ പ്രൊട്ടാഗണിസ്റ്റ്? ആരായിരിക്കും മെയിൻ കഥാപാത്രം? ആരായിരിക്കും? വാട്ട് ഹാപ്പൻ ടു ഹിസ് ഓർ ഹെർ? അവൾക്ക് അല്ലെങ്കിൽ അവരെന്താ പറ്റിയിട്ടുണ്ടാവുക? ലെറ്റ് us see. ഇതൊക്കെ നമുക്കൊന്ന് നോക്കാം. മനസ്സിലായിട്ടുണ്ടാവില്ല. എന്തോ ഒരു ഭീകരമായ കാര്യം അതിൽ വരുന്നുണ്ട്. പക്ഷേ അവസാനം ചിലപ്പം സന്തോഷകരമായിരിക്കും. അപ്പോൾ നോ ശ്രദ്ധിക്കണം. നോക്കാം നമുക്ക്. വി ക്യാൻ റീഡ് ദ ഫസ്റ്റ് paragraphs of the narrative, The Jungle Air Crash. നമുക്ക് എല്ലാവർക്കും കൂടി ഇത് വായിച്ചു നോക്കാം. എളുപ്പമാണ്. I have always enjoyed flying. My mother and I boarded Lanza Airlines Flight 508 as I had just finished secondary school in Lima, and we wanted to spend Christmas with my father in our jungle hut. Daddy, an ecologist, and mother, an ornithologist, held professorships at San Marcos University in Lima, and we spent a lot of time in the jungle where they carried out research. I was sitting in the third row of seats from the rear, next to a window. Mother sat beside me and a man we didn't know on the aisle. Everything seemed quite normal. The takeoff, the climb over the snow-covered Andes, breakfast, the smiling stewardesses, and then the green jungle stretching east to the horizon. People were reading or chatting. Everyone was in a holiday mood. In clear weather, the flight from Lima to Pucallpa is one of the most beautiful in the world. But 30 minutes after takeoff, when we were over the jungle, visibility diminished. And then all of a sudden we hit a storm front. And this time it was completely different from anything I had experienced before. Broad daylight turned to night around us. Lightning was flashing incessantly from all directions. At the same time, an invisible power began to shake our airplane as if it were a plaything. People cried out as objects fell on their heads. Bags, flowers, packages, toys, jackets, and clothing rained down hard on us. Sandwich trays and bags soared through the air. People were frightened. They screamed. They started to cry. Outside I saw a sort of bright yellow flame shooting from the right wing. I was blinded by that blazing light, while at the same time I heard my mother saying quite calmly, "Now it's all over."
An instant later, there was a violent shaking, and I found myself outside the plane, flying apart from it, still strapped into my seat. But I was alone, and I was falling. I can remember turning over and over in the air. I remember thinking that the jungle trees below looked like cauliflowers. Then I lost consciousness. വളരെ എന്താ പറയുക, ത്രില്ലിംഗ് ആയ നല്ലൊരു നറേറ്റീവാണ്. നല്ലോണം ശ്രദ്ധിക്കണം. വായിച്ചു നോക്കിയിട്ടുണ്ടാവുമല്ലോ എല്ലാവരും. നോക്കൂ. വൈ ഡിഡ് ഷീ ഗോ ടു ജംഗിൾ? എന്തിനാണ് അവർ ജംഗിളിലേക്ക് പോയത്? അറിയാം, നിങ്ങൾക്ക് പറഞ്ഞോളൂ എന്തിനാണ്. ദേ വാണ്ടഡ് ടു ജോയിൻ ഹെർ ഡാഡി, അറിയാലോ, ടു സെലിബ്രേറ്റ് ക്രിസ്മസ്, നമുക്കറിയുന്നതാണത്. വാട്ട് മേഡ് ഇറ്റ് ഈസി ഫോർ ഹെർ ടു ഗോ ടു ജംഗിൾ ഫ്രീക്വൻലി? ബിക്കോസ് her parents lives were closely related or connected, bound to jungles. അത് നമുക്കറിയാം, അത് അവരെ ജീവിതം അതുമായിട്ട് വല്ലാതെ ബന്ധപ്പെട്ടതാണ്. കാരണം അവരെ ജോലികൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഫാദർ ഇക്കോളജിസ്റ്റാണ്, മദർ ഓണിത്തോളജിസ്റ്റാണ്. രണ്ടും പ്രകൃതിയായിട്ട് വളരെ ബന്ധമുള്ള രണ്ട് ശാസ്ത്രശാഖകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. നമുക്കറിയാം. വേർ വാസ് ഹി സിറ്റിംഗ്? എവിടെയായിരുന്നു അവർ സീറ്റ്? നോക്കി നിങ്ങൾ പറഞ്ഞാൽ എവിടെയായിരുന്നു? ആ പിന്നിന്ന് എത്രാമത്തെ ഭാഗം എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സൈഡിലാണ്. വാട്ട് ഹാപ്പൻ വെൻ ദ പ്ലെയിൻ ടുക്ക് ഓഫ്? പ്ലെയിന് ഉയർന്നപ്പോൾ എന്താ സംഭവിച്ചത്? ഇറ്റ് ഹിറ്റ് എ സ്റ്റോം ഫ്രണ്ട്, നമുക്കറിയുന്നതാണ്. നൗ ഡിഡ് ദ പീപ്പിൾ ഇൻസൈഡ് ദ പ്ലെയിൻ റിയാക്ട്? ഹൗ ഡിഡ് ദ പീപ്പിൾ ഇൻസൈഡ് ദ പ്ലെയിൻ റിയാക്ട്? എങ്ങനെയാണ് ആളുകൾ പ്രതികരിച്ചത്? നമുക്കറിയാം. സം സ്ക്രീംഡ്, സം ഷൗട്ടിഡ്, സം ക്രൈഡ്, നമുക്കറിയുന്നതാണ്. വാട്ട് ഡിഡ് ഹർ മദർ സേ? എന്താ അമ്മ പറഞ്ഞത്? നാറ്റ്സ് ഓൾ ഓവർ, ഒക്കെ കഴിഞ്ഞു. ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ കൃത്യമായിട്ട് പറയും. ഹൗ ഡിഡ് ഷി ഫാൾ? എങ്ങനെയാണ് അവൾ വീണത്? അലോൺ, സ്ട്രാപ്പ്ഡ് ടു ദ സീറ്റ്, നമുക്കറിയുന്നത്, അതൊക്കെ അറിയാലോ. നൗ ഡിയേഴ്സ്, എന്താ അതിൽ ചുരുക്കി എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് ദ സർവൈവൽ സ്റ്റോറി ഓഫ് എ 16-year-old ഗേൾ കോൾഡ് ജൂലിയൻ കോപ്പക്. ആ പേരുള്ള ആ പെൺകുട്ടിയുടെ 16 വയസ്സ് മാത്രം പ്രായമുള്ള ആ കുട്ടിയുടെ അതിജീവനത്തെക്കുറിച്ചാണ്, രക്ഷപ്പെടലിനെ കുറിച്ചാണ്. ദ വേ ഷി ഹാൻഡിൽഡ് എ ഡേഞ്ചറസ് സിറ്റുവേഷൻ എക്സംപ്ലിഫൈസ് ദ മാച്ച്ലെസ് പവർ ഓഫ് ഹ്യൂമൻ മൈൻഡ്. ഇത്രയും പ്രയാസം ഉണ്ടായിട്ട് അതിന് എത്ര കൃത്യമായിട്ടാണ് വളരെ അപകടമായ ഈ സാഹചര്യത്തെ അവർ കൈകാര്യം ചെയ്തതെന്നുള്ളത് മനുഷ്യ മനസ്സിൻ്റെ തുല്യതയില്ലാത്ത ശക്തിയാണ് എന്ത് ചെയ്യുന്നത്, കാണിക്കുന്നത്. അറിയാലോ. ദ വിൽ പവർ ടു വിസ്റ്റാൻഡ് ഓൾ ഓഡ്സ് ആൻഡ് ദ ഡിറ്റർമിനേഷൻ ടു സക്സീഡ്. എന്ത് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തരണം ചെയ്യാൻ കഴിയും, മനക്കട്ടിയുണ്ടെങ്കിൽ. മാത്രമല്ല എന്താ ചെയ്യുക? ഡിറ്റർമിനേഷൻ ടു സക്സീഡ്. നമുക്ക് എന്തുണ്ടാകണം? പിന്നെ വിജയിക്കണം എന്നുള്ള ശക്തമായ ഉറച്ച ദൃഢനിശ്ചയം ഉണ്ടായാൽ നമുക്ക് നമ്മൾ വിചാരിച്ച കാര്യം പഠിച്ചോ സഹായിച്ചാൽ നമുക്ക് അവിടെ എത്താൻ കഴിയും. ഓക്കെ, ഒപ്പുണ്ടല്ലോ മക്കളെ. നൗ ലെറ്റ് us see. We can read the paragraphs again silently. ചെറിയ ഇൻട്രൊഡക്ഷൻ, ബാക്കി കാര്യങ്ങൾ എന്തൊക്കെ ഒന്നും കൂടി നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. We can learn more about it. You have to note the words too. Right? Yes? You read it silently. ചുണ്ടാവാതെ വായിക്കണേ, മനസ്സിൽ വായിക്കണം. Right? Now, there are 5 questions from that part in our textbook. Let us try to answer them. നോക്ക് ഫസ്റ്റത്തെ എന്താ? Why did the narrator spend a lot of time in the jungle? Why was there a whole day mood in the plane? What happened after the flight took off? Describe it in your words. What did Julian's mother say? Now it's all over. Why did the jungle trees look like? What did the jungle trees look like from above? ശ്രദ്ധിച്ച് പറയാൻ ശ്രമിക്കുമല്ലോ. എഴുതിയൊക്കെ അത് ഞാൻ പോസ് ചെയ്ത് എഴുതിക്കൊള്ളി. ഇതിന് ശേഷം നമുക്ക് തുടർച്ചയായിട്ട് ചർച്ചയിൽ കൂടിയാൽ മതി. പോസ് ചെയ്ത് എഴുതുമല്ലോ. ചോദ്യങ്ങൾ നോക്കാം നമുക്ക്. എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യന്? വൈ ഡു ദ നറേറ്റർ സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ഇൻ ദ ജംഗിൾ എന്ന എന്താ ചോദ്യത്തിൻ്റെ അർത്ഥം? എന്തുകൊണ്ടാണ് ഒരുപാട് സമയം കാട്ടിൽ അവർ ചെലവഴിച്ചത് എന്നാണ്. ജൂലിയൻ്റെ ഫാദർ ഇക്കോളജിസ്റ്റാണ്, മദർ ഓർണിത്തോളജിസ്റ്റാണ്. ക്യാരിഡ് ഔട്ട് ദ റിസർച്ച് ഇൻ ദ ജംഗിൾ, അവരെ ഗവേഷണമൊക്കെ നടത്തുന്നത് കാട്ടിലായിരുന്നു, അറിയാലോ. സോ ദ നറേറ്റർ സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ഇൻ ദ ജംഗിൾ. അതുകൊണ്ട് അവരെ കൂടെ നിന്നിട്ട് നറേറ്റർ എന്ത് ചെയ്തിട്ടുണ്ട്?
ഒരുപാട് സമയം കാട്ടിൽ ചെലവഴിച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. വൈ വാസ് ദർ എ ഹോളിഡേ മൂഡ് ഇൻ ദ പ്ലെയിൻ? എന്തുകൊണ്ടാ ഒരു ഹോളിഡേ മൂഡ് ഉണ്ടാകാൻ കാരണം എന്താണ്? എന്തുകൊണ്ടാ ദർ വാസ് എ ഹോളിഡേ മൂഡ് ഓൺ ദ പ്ലെയിൻ ആസ് എവ്രിവൺ ആൻഡ് എവറിത്തിങ് സീംഡ് നോർമൽ ആൻഡ് പ്ലസൻറ്റ്. റെഡിയാണല്ലോ, എല്ലാ കാര്യങ്ങളും സാധാരണ പോലെയാണ്, സന്തോഷ രൂപത്തിലാണ്. അതുകൊണ്ടാണ് ഹോളിഡേ മൂഡ് ആവാൻ കാരണം. നമുക്കറിയാം, അത് ഈ പറയേണ്ടത് ചാറ്റ് ചെയ്യാണ്, പല രീതിയിൽ വായിക്കുകയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ നടന്നിരുന്നത്. വാട്ട് ഹാപ്പൻഡ് ആഫ്റ്റർ ദ ഫ്ലൈറ്റ് ടുക്ക് ഓഫ്? എന്താണ് പ്ലെയിൻ ഉയർന്നതിന് ശേഷം ഉണ്ടായത്? ഡിസ്ക്രൈബ് ഇറ്റ് ഇൻ യുവർ വേർഡ്സ്. നിങ്ങൾ വിശദീകരിക്കുക വേണ്ട. നമുക്കറിയാം, when the plane was over the jungle 30 minutes after its departure, visibility became very low. അറിയാം നമുക്ക്. Then suddenly the plane was hit by a terrible storm and became a terrible experience for the narrator. It became completely dark with lightning continuously striking the plane. An invisible power started shaking the plane as if it was a toy. Everything started to fly around and the scared people began to shout and cry. A bright yellow flame that came from the right wing of the plane blinded the narrator. വായിച്ചാൽ കിട്ടും, അത് എളുപ്പമാണ്. അതായത് പിന്നെ പ്ലെയിന് പൊങ്ങിയതിന് ശേഷം എന്തൊക്കെ നടന്നുള്ളത് കൃത്യമായിട്ട് അതിലുണ്ട്, ചെയ്യലോ, കുഴപ്പമുണ്ടാവില്ലല്ലോ. ഫോർത്ത് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ജൂലിയൻസ് മദർ സേ നൗ ഇറ്റ് ഈസ് ഓൾ ഓവർ? എന്തുകൊണ്ടാണ് ഒക്കെ കഴിഞ്ഞു നമ്മ പറയാൻ കാരണം? നമുക്കറിയാം, ബിക്കോസ് ഷീ അണ്ടർസ്റ്റുഡ് ദാറ്റ് ദ പ്ലെയിൻ വാസ് അബൌട്ട് ടു ക്രാഷ് ആൻഡ് ദേ വർ ഗോയിങ് ടു ഡൈ. പ്ലെയിന് തകരുന്നു, അവർ മരിക്കുന്നു, ആർക്കറിയുന്നതുകൊണ്ടാണ്? അവർക്ക് അറിയുന്നതുകൊണ്ടാണ്, ജൂലിയൻ്റെ അമ്മക്ക് അറിയുന്നതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. റെഡിയല്ലേ? അടുത്തത്, വാട്ട് ഡിഡ് ജംഗിൾ ട്രീസ് ലുക്ക് ലൈക്ക് ഫ്രം? എങ്ങനെയാണ് മോളിന്ന് ജംഗിൾ ട്രീസ് കണ്ടപ്പോൾ തോന്നിയത്, ജൂലിയന് തോന്നിയത്? ലുക്ക് ലൈക്ക് കോളിഫ്ലവേഴ്സ് ഫ്രം എബവ്. കോളിഫ്ലവർ പോലെയാണ് തോന്നിയത്. സംശയങ്ങളൊന്നും ഇല്ലല്ലോ. റെഡി ഡിയേഴ്സ്? നമ്മളൊക്കെ അതൊന്ന് വിശദമായി ചർച്ച ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. പോസ് ചെയ്തൊക്കെ പറഞ്ഞ് ചെയ്തൊക്കെ നോക്കണേ. കഥ ചർച്ച ചെയ്യാൻ സിമ്പിളാണ്. ഐ ഹാവ് ഓൾവേസ് എൻജോയ്ഡ് ഫ്ലൈങ്. നറേറ്റർ സേസ് ഷീ വുഡ് എൻജോയ് ഫ്ലൈങ്. നേരത്തെ അല്ലെങ്കിൽ ഷീ എൻജോയ്സ് ഫ്ലൈങ്. എപ്പോഴും ഞാൻ എന്ത് ചെയ്യാറുണ്ട്? പറക്കൽ ആസ്വദിച്ചിട്ടുണ്ട് എന്നാ അതിൻ്റെ അർത്ഥം. റെഡിയല്ലേ? ഹു വാസ് ദർ വിത്ത് ഹെർ മദർ ആൻഡ് ഐ, ദാറ്റ് മീൻസ് ദ നറേറ്റർ ബോർഡഡ് ലാൻസ എയർലൈൻസ് ഫ്ലൈറ്റ് 508. ഏത് ഫ്ലൈറ്റിലാണ് മക്കൾ കയറിയത്? ലാൻസ എയർലൈൻസ് ഫ്ലൈറ്റിൻ്റെ 508 ആ ഒരു ഫ്ലൈറ്റിലാണ് അവർ കയറിയത്. ആസ് ഐ ഹാഡ് ജസ്റ്റ് ഫിനിഷ് സെക്കൻഡറി സ്കൂൾ ഇൻ ലിമ. സെക്കൻഡറി സ്കൂൾ അപ്പം പൂർത്തിയായിട്ടേ ഉള്ളൂ നമ്മുടെ നറേറ്റർ, ലിമയിലുള്ള, അതറിയാലോ. ആൻഡ് വി വാണ്ടഡ് ടു സ്പെൻഡ് ക്രിസ്മസ് വിത്ത് മൈ ഫാദർ ഇൻ അവർ ജംഗിൾ ഹട്ട്. എന്താ അവരുടെ ലക്ഷ്യം എന്തായിരുന്നു? കാട്ടിൽ കുടിലിൽ അച്ഛനോടുകൂടെ ക്രിസ്മസ് ചിലവഴിക്കുക എന്നുള്ളതായിരുന്നു. ഡാഡി ആൻഡ് ഇക്കോളജിസ്റ്റ്. ഡാഡിക്ക് എന്താ പണി? ഇക്കോളജിസ്റ്റാണ്, പരിസ്ഥിതി ശാസ്ത്രജ്ഞനാണ്. ആവാസ വ്യവസ്ഥയെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന പിന്നെ പഠിക്കുന്ന ശാസ്ത്രശാഖയാണ്, അതിൽ എക്സ്പെർട്ടാണ്. ആൻഡ് മദർ ആൻഡ് ഓണിത്തോളജിസ്റ്റ്. താഴെ വരുന്നുണ്ട് അതിൻ്റെ അർത്ഥങ്ങളൊക്കെ കേട്ടോ. ഓണിത്തോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ബേർഡ്സ് ആണ്, അറിയാലോ. അമ്മക്ക് അതാണ്. ഇപ്പം രണ്ട് പ്രതിയായിട്ട് ബന്ധമുള്ള കാര്യങ്ങളാണ്. ഹെൽഡ് പ്രൊഫസർഷിപ്സ് അറ്റ് സാൻ മാർക്കോസ് യൂണിവേഴ്സിറ്റി ഇൻ ലിമ. ലിമയിലെ സാൻ മാർക്കോസ് യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസേഴ്സായിട്ട് എന്ത് ചെയ്യാറുണ്ട്? ജോലി ചെയ്യാറുണ്ട്, അറിയാലോ. ലിമ ആൻഡ് വി യൂണിവേഴ്സിറ്റി ഇൻ ലിമ, സാൻ മാർക്കോസ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസേഴ്സായിട്ടാണ്. പിന്നെ ആൻഡ് വി സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ഇൻ ദ ജംഗിൾ വിത്ത് ദ ക്യാരിഡ് ഔട്ട് റിസർച്ച്. അവർ ഈ പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ ഗവേഷണം നടത്തിയിരുന്ന ജംഗിളിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം ഞാൻ എന്ത് ചെയ്യാറുണ്ട്? അവരെ കൂടെ ഞങ്ങൾ കാട്ടിൽ സമയം ചിലവഴിക്കാറുണ്ട്. ഒക്കെയാണല്ലോ. ക്യാരിഡ് ഔട്ടൊക്കെ എല്ലാത്തിനും ആ ചുവപ്പിളിൻ്റെ കറുത്ത അവിടെ കണ്ടിട്ട് നമുക്ക് കാണാം കേട്ടോ. ഐ വാസ് സിറ്റിംഗ് ഇൻ ദ തേർഡ് റോ ഓഫ് സീറ്റ്സ് ഫ്രം റിയർ. റിയർ എന്ന് പറഞ്ഞാൽ ബാക്കാണ്, അറിയാലോ. റിയർ വ്യൂ മിറർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. നമുക്കറിയാം ബാക്കിൽ നിന്ന് എത്രാമത്തെ വരിയിലായിരുന്നു ഇവിടെ ഇരുന്ന്, എത്രാമത്തെ വരിയിലെ സീറ്റിലായിരുന്നു? മൂന്നാമത്തെ വരിയിലെ സീറ്റിലായിരുന്നു, സീറ്റിൻ്റെ മൂന്നാമത്തെ വരിയിൽ അവരിരുന്നിരുന്നത്. നെക്സ്റ്റ് ദ വിൻഡോ. ഷി വാസ് സിറ്റിംഗ് നെക്സ്റ്റ് ദ വിൻഡോ. എന്താണ്? വിൻഡോൻ്റെ അടുത്താണ്. മദർ സാറ്റ് ബിസൈഡ് മീ. ഹു വാസ് ദർ ബിസൈഡ് ഹെർ? ആരെ കൂടെ ഉള്ളത്? ഹെർ മദർ വാസ് ദർ ആൻഡ് എ മാൻ വി ഡിഡ്ന്റ് നോ ഓൺ ദ ഐൽ. ഐൽ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കുള്ള ഫ്രീ സ്ഥലമാണ്.
2 സീറ്റിൻ്റെ ഇടയ്ക്കുള്ള സ്ഥലമാണ് അയിൽ. ഈ കാണിച്ചു തരാം, എൻ്റെ ഇമേജ് ഉണ്ട്. പിന്നെ അവിടെ ഒരാളുണ്ടായിരുന്നു, അവരാരാന്ന് ഇവർക്ക് അറിയില്ല. എവറിത്തിങ് സീംഡ് ക്വൈറ്റ് നോർമൽ. എങ്ങനെയാണൊക്കെ തോന്നിയത്? വളരെ സാധാരണ പോലെയാണ് തോന്നിയത്. നോർമൽ, സാധാരണ ഉള്ളതാണ്. ദ ടേക്ക് ഓഫ് ദ ക്ലൈംബ് ഓഫ് സ്നോ കവേർഡ് ആൻഡീസ്. അത് ഉയരലും അതുപോലെ തന്നെ പിന്നെ മഞ്ഞുകൊണ്ട് മൂടിയ ഏത് ആൻഡീസ്, അതിൻ്റെ പുറത്തു കൂടെയാണ് അത് പോകുന്നത് പറഞ്ഞാൽ ഉയർന്നു പോകുമ്പോൾ അങ്ങനെ തോന്നുന്നേ അർത്ഥമുള്ളൂ. പിന്നെ ആൻഡീസ് പർവ്വതനിരയാണ് കേട്ടോ, ഒരു പർവ്വതനിരയാണ് ആൻഡീസ്, നമുക്കറിയായിരിക്കും അത്. പിന്നെ ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ പ്രാതൽ, അതേപോലെ തന്നെ സ്മൈലിംഗ് സ്റ്റിവാർഡ്സിസ്. അതായത് സ്റ്റിവാർഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പല അർത്ഥങ്ങളുണ്ട്. ഒരർത്ഥം കപ്പലിൽ അതല്ലെങ്കിൽ ആ പ്ലേറ്റിലൊക്കെ നമ്മൾ പരിചരിക്കുന്ന ആളുകൾ എന്ത് പറയാൻ പറ്റുക? സ്റ്റിവാർഡ് എന്ന് പറയും. എയർ ഹോസ്റ്റസ്മാരൊക്കെ ആ രൂപമാണ്, അറിയാലോ നമുക്ക്. ദെൻ ദ ഗ്രീൻ ജംഗിൾ സ്ട്രെച്ചിങ് ഈസ്റ്റ് ടു ദ ഹൊറൈസൺ. ആ പച്ച കാടുകൾ അതിങ്ങനെ നിവർന്നിട്ട് ഏതുവരെ നീണ്ടു കിടക്കുന്നുണ്ട്? ആ ഈസ്റ്റ് ദ ഹൊറൈസൺ. ഈസ്റ്റ് ഏതാണ്? ഈസ്റ്റ് വെസ്റ്റ് ഏതാ? ഈസ്റ്റ് ഏതാണ്? പിന്നെ കിഴക്ക് ഭാഗമാണ്. ആ ഭാഗത്തേക്ക് ചക്രവാളത്തിലേക്ക് നീണ്ടു കിടക്കുന്നുണ്ട്. അറിയാലോ, കിട്ടുമല്ലോ, കുഴപ്പമില്ലല്ലോ. പീപ്പിൾ വർ റീഡിങ് ഓർ ചാറ്റിങ്. ആൾക്കാർക്ക് എന്താ പണി? വാട്ട് വർ ദ ഡൂയിങ്? ദ വർ റീഡിങ്. വായിക്കാനും സല്ലപിക്കുക എന്ന് പറഞ്ഞാൽ വർത്താനം പറയായിരുന്നു, ചാറ്റ് ചെയ്യായിരുന്നു. എവരി വൺ വാസ് ഇൻ ദ ഹോളിഡേ. പിന്നെ ഹോളിഡേ മൂഡ്, എല്ലാവരും ഒരു ഹോളിഡേ മൂഡിലായിരുന്നു. ക്ലിയർ ആണല്ലോ മക്കളെ? സംശയങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. ലിമ എന്ന് പറയുന്നത് പെറുവിൻ്റെ തലസ്ഥാനാണ്. ഇക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇക്കോളജി പഠിക്കുന്ന ആളാണ്. ഓർണിത്തോളജിസ്റ്റ് എ പേഴ്സൺ ഹു സ്റ്റഡീസ് ബേർഡ്സിനെ കുറിച്ച് പഠിക്കുന്ന ആളാണ്. ക്യാരി ഔട്ട് എന്ന് പറഞ്ഞാൽ പെർഫോം, ഒരു കാര്യം ചെയ്യുക, പ്രകടമാക്കുക എന്നൊക്കെ അതിൻ്റെ അർത്ഥം. റെഡി അല്ലേ? ഓർ കംപ്ലീറ്റ് എ ജോബ് ഓർ ആക്ടിവിറ്റി ടു ഫുൾഫിൽ, ആക്ടിവിറ്റി അല്ലെങ്കിൽ ടു ഫുൾഫിൽ, അറിയാലോ. നെക്സ്റ്റ് അയിൽ എന്ന് പറഞ്ഞാൽ ലോങ് നാരോ സ്പേസ് ബിറ്റ്വീൻ റോസ് ഓഫ് സീറ്റ്സ്. 2 സീറ്റുകൾ, 2 ഭാഗത്തും സീറ്റുകളാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്കുള്ള സ്ഥലമാണ് ഏത്? അയിൽ. നമുക്ക് കാണാതെ. ഹൊറൈസൺ നമുക്കറിയാം, ആകാശവും ഭൂമി മുട്ടുന്നതായിട്ട് തോന്നുന്ന, അങ്ങനെ നമ്മൾ ദൂരെ നോക്കിയാൽ തോന്നുന്ന ആ ഭാഗമാണിത് ഹൊറൈസൺ, ചക്രവാളം. കാര്യങ്ങൾ കിട്ടിയല്ലോ? ഓക്കെ ആണല്ലോ? നൗ ദിസ് ഈസ് അയിൽ. ഇതാണ് അയിൽ പറഞ്ഞാൽ എങ്ങനെ ഒഴിച്ചിട്ട സ്ഥലമാണ്, അതറിയാലോ. നെക്സ്റ്റ് ഡോണാണ്, അത് നമുക്കറിയും. ഒപ്പം ഉണ്ടല്ലോ. അടുത്ത പിന്നെ പാരഗ്രാഫിലേക്ക് പോവുകയാണ്. അതിലാകെ ഡിമിനിഷ് 2 വാക്കുകളുള്ളൂ. ഡിമിനിഷ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കുറക്കുക എന്നൊക്കെയുള്ള അർത്ഥം വരെ നമുക്കറിയാത്. പിന്നെ ഇൻസെസൻ്റ്ലി എന്ന് പറഞ്ഞാൽ എന്താ? ഇടതടവില്ലാതെ എന്നാണ്. ഇംഗ്ലീഷ് മലയാളം മീഡിയം അവിടെ ഉണ്ട്. ഓക്കെ അല്ലേ? നമുക്കെന്നാൽ പാരഗ്രാഫ് ഒന്ന് ചർച്ച ചെയ്ത് നോക്കാം. വളരെ ഈസിയാണ് കേട്ടോ, എല്ലാം ശ്രദ്ധിക്കണേ. ഇൻ ക്ലിയർ വെദർ ദ ഫ്ലൈറ്റ് ഫ്രം ലിമ ടു പുക്കാൽപ്പ ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഇൻ ദ വേൾഡ്. നല്ല കാലാവസ്ഥയിൽ എവിടെ മുതൽ എങ്ങോട്ടുള്ള യാത്ര? ലിമ മുതൽ പുക്കാൽപ്പയിലേക്കുള്ള യാത്ര എങ്ങനെയായിരുന്നു? ഇറ്റ് വാസ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഇൻ ദ വേൾഡ്. ലോകത്തെ ഏറ്റവും സുന്ദരമായതായിരുന്നു അത്. ക്ലിയർ ആണല്ലോ? ബട്ട് അത് ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടതേ ഉള്ളൂ, എവിടെ നിന്നാണ് അവർ പോകുന്നത്? എവിടെ നിന്നാണ് പോകുന്നത്? അവർ പിന്നെ ലിമേന്ന് പുക്കാൽപ്പയിലേക്കാണ് പോകുന്നത്. അങ്ങനെ പോകുന്ന സ്ഥലത്തുള്ള പിന്നെ പ്രകൃതി ഭംഗിയ കാര്യങ്ങളൊക്കെയാണ് അവരിവിടെ സൂചിപ്പിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ലിമേന്ന് എന്ത് ചെയ്തു? ഉയർന്ന് മുകളിലോട്ട് പോകുന്ന സമയത്തിൽ ഫസ്റ്റ് സമയത്തൊക്കെ വളരെ സാധാരണ എങ്ങനെയാണോ ഉണ്ടാവുക അതേ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. പക്ഷെ 30 മിനിറ്റാണ് കഴിഞ്ഞപ്പോൾ, ടേക്ക് ഓഫ് കഴിഞ്ഞ് 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവരെവിടെ എത്തി? ആ കാടിൻ്റെ മുകളിലെത്തി. ആ സമയത്ത് വിസിബിലിറ്റി ഡിമിനിഷ്ഡ്, വിസിബിലിറ്റി ബിക്കെയിം ലെസ്. എന്തായ? അതൊരു ഡിമ്മായി പിന്നെ എന്ത് ചെയ്തു? ഡാർക്കായിട്ട് മാറി, കാഴ്ച കുറഞ്ഞു വന്നു എന്നാണ് വിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ. റെഡി അല്ലേ? വിസിബിലിറ്റി, കാഴ്ച ഡിമിനിഷ്, കുറഞ്ഞു, അറിയാലോ. ആൻഡ് ദെൻ ഓൾ ഓഫ് എ സഡൻ വി ഹിറ്റ് എ സ്റ്റോം ഫ്രണ്ട്. ഒരു ഫ്ലൈറ്റ് എന്തിൽ കുടുങ്ങിയപ്പോൾ? ഒരു സ്റ്റോം ഫ്രണ്ടിൽ കുടുങ്ങി. റെഡി അല്ലേ? ആൻഡ് ദിസ് ടൈം ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം എനിത്തിങ് ഐ ഹാഡ് എക്സ്പീരിയൻസ് ബിഫോർ. അതുവരെ ഉണ്ടായ അനുഭവത്തിൽ അവരനുഭവിച്ച കാര്യങ്ങളെല്ലാം അപ്പം ഉണ്ടായത് തീർത്തും വ്യത്യസ്തമായിരുന്നു. റെഡി അല്ലേ?
ബ്രോഡ് ഡേ ലൈറ്റ് ടേൺഡ് ടു നൈറ്റ് അറൗണ്ട് us. നമുക്കറിയാം നല്ല ഏതാണ് വെളിച്ചുള്ള സമയമാണ്, അതെന്തായിട്ട് മാറി, ഇരുട്ടായിട്ടാണ് മാറി ചുറ്റും. ലൈറ്റ്നിങ് വാസ് ഫ്ലാഷിങ് ഇൻസെസൻ്റ്ലി. മിന്നൽ ഇടതടവില്ലാതെ എന്ത് ചെയ്യാൻ തുടങ്ങി, മിന്നാൻ തുടങ്ങി. ഫ്രം ഓൾ ഡിറക്ഷൻസ്, എല്ലാ ഭാഗത്തുനിന്നും. അറ്റ് ദ സെയിം ടൈം ആൻ ഇൻവിസിബിൾ പവർ ബിഗാൻ ടു ഷേക്ക് എയർപ്ലെയിൻ ആസ് ഇഫ് ഇറ്റ് വേർ എ പ്ലേറ്റിംഗ്. ഒരു കളിപ്പാട്ടുള്ള രീതിയിൽ അതുപോലെ നമുക്ക് കാണാൻ കഴിയാത്തൊരു ശക്തി നമ്മുടെ എയറോപ്ലെയിനെടുത്തിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങിയ കുലിക്കാൻ തുടങ്ങി, ഷേക്ക് ചെയ്യാൻ തുടങ്ങി. റെഡിയാണല്ലോ. പീപ്പിൾ ക്രൈഡ് ഔട്ട്. എങ്ങനെ അവർ പ്രതികരിച്ചത്? ചില ആൾക്കാർ ഉറക്ക ഒച്ചയിൽ കരഞ്ഞു, അല്ലെ ബഹളം വെച്ചു. ആസ് ഒബ്ജക്ട്സ് ഫെൽ ഓൺ ദെയർ ഹെഡ്. എന്തായാലും കാരണം അവരുടെ തലയിലേക്ക് സാധനങ്ങളൊക്കെ വീണപ്പോൾ അവരെന്ത് ചെയ്തു, ബഹളം വെച്ചു അല്ലെങ്കിൽ കരഞ്ഞു. അറിയാലോ, ബാഗ്സ്, ഫ്ലവേഴ്സ്, പാക്കേജസ്, ഈ സാധനങ്ങളൊക്കെ നമുക്കറിയണം, അതൊക്കെ ടോയ്സ്, ജാക്കറ്റ്, ക്ലോത്തിങ് ഒക്കെ എന്ത് ചെയ്യും, റെയിൻ ഡൗൺ ഹാർഡ് ഓണസ്. വളരെ കഠിനമായി എന്ത് ചെയ്ത് നമ്മൾ തലയിലേക്ക് വീണു എന്നേ അതിനർത്ഥമുള്ളൂ. കാര്യം അതിങ്ങനെ പിന്നെ വിമാനം ഷെയ്ക്ക് ചെയ്യും, അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആടും ചായയും ഒക്കെ ചെയ്യുമ്പോൾ അതുപോലെ സാധനങ്ങളൊക്കെ താഴോട്ട് വീഴാൻ തുടങ്ങി, ഇവർ തലയിലോട്ടൊക്കെ വീഴാൻ തുടങ്ങി എന്നാൽ അതിൻ്റെ അർത്ഥം. റെഡിയല്ലേ? അങ്ങനെ പിന്നെ സാൻഡ്വിച്ച് ട്രേസ് ആൻഡ് ബാഗ് സോഡ് ത്രൂ ദ എയർ. നമുക്കറിയുന്നതാണ് അതൊക്കെ. പിന്നെ സാൻഡ്വിച്ച് ട്രേ സാൻഡ്വിച്ച് കൊണ്ടുവരുന്ന പാത്രമോ അല്ലെങ്കിൽ സാധനമാണ്. അതുപോലെ തന്നെ ബാഗൊക്കെ സോർഡ് ത്രൂ ദ എയർ. സോർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പറക്കുക എന്നാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതിലാണ്? സോങ് ഓഫ് ദ റെയിനിൽ പഠിച്ചിട്ടുണ്ട്. സോർ വിത്ത് ബ്രീസ് എന്നൊക്കെ അവിടെ പഠിച്ചിട്ടുണ്ട്, അറിയാമല്ലോ. എന്ത് ചെയ്യാന്ന്, ഇതൊക്കെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ പറക്കാൻ തുടങ്ങി. സാൻഡ്വിച്ച് ട്രെയിൻ ബാഗൊക്കെ പറക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. പീപ്പിൾ വെർ ഫ്രൈറ്റൻഡ്. ആളുകൾക്കൊക്കെ പേടിയായി. ദേ സ്ക്രീംഡ് ആൻഡ് സ്റ്റാർട്ടഡ് ടു ക്രൈ. അവർ കരഞ്ഞു. ഔട്ട്സൈഡ് ഐ സോ എ സോർട്ട് ഓഫ് ബ്രൈറ്റ് യെല്ലോ ഫ്ലെയിം ഷൂട്ടിംഗ് ഫ്രം ദ റൈറ്റ് വിങ്. വിമാനത്തിൻ്റെ വലത് ചിറകിൻ്റെ അവിടെ നിന്ന് വളരെ നല്ല തിളക്കമുള്ളൊരു മഞ്ഞ ജ്വാല പുറത്തേക്ക് വരുന്നത് അവിടെ കണ്ടു. ഐ വാസ് ബ്ലൈൻഡഡ് ബൈ ദ ബ്ലേസിംഗ് ലൈറ്റ്. അതിൻ്റെ ആളിക്കത്തുന്ന ആ ഒരു വെളിച്ചം കാരണം അവളുടെ എന്തില്ലാതായി, പെട്ടെന്ന് കാണാതായി. നല്ല ശക്തിയായ വെളിച്ചം വരുമ്പോൾ നമുക്ക് കാണൂല, അത് നമുക്ക് അറിയുന്നതാണ്. വൈൽ അറ്റ് ദ സെയിം ടൈം ഐ ഹേർഡ് മൈ മദർ സെയിങ് ക്വയറ്റ് കാംലി. അപ്പോഴാണ് അവളെ അമ്മ ശാന്തമായി പറയുന്നത് കേട്ടത്, നാ ഇറ്റ്സ് ഓൾ ഓവർ, ഒക്കെ കഴിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയായിരിക്കും, നമ്മൾ ചർച്ച വന്നതാണ്. അതായത് ഇതിലാരും രക്ഷപ്പെടൂല, വിമാനം എന്ത് ചെയ്യും, തകരും എന്നാണ് അതിൻ്റെ അർത്ഥം. വിമാനം തകരുന്നതോടുകൂടി ആരും തകരും, ഉള്ള ആളുകളൊക്കെ മരിക്കും എന്നാണ് അമ്മ ഉദ്ദേശിച്ചത്. ആൻഡ് ഇൻസ്റ്റന്റ് ലേറ്റർ ദർ വാസ് എ വയലന്റ് ഷേക്കിംഗ്. ഏതാണ്ട് ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു കുലുക്കുണ്ടായി. ആൻഡ് ഐ ഫൗണ്ട് മൈ സെൽഫ് ഔട്ട്സൈഡ് ദ പ്ലെയിൻ. ഇവൾ ഏതിൻ്റെ പുറത്തേക്ക് എത്തിയ, പ്ലെയിനിൻ്റെ പുറത്തേക്ക് എത്തി. ഫ്ലൈയിങ് അപ്പാർട്ട് ഫ്രം ഇറ്റ്. അതിൽ നിന്ന് പ്ലെയിനിന്ന് കുറച്ച് ദൂരെയായിരുന്നു അത് ഇങ്ങനെ പറന്നിരുന്നത്. സ്റ്റിൽ സ്റ്റാപ്പ് ഇൻ ടു മൈ സീറ്റ്. അപ്പോഴും എന്തുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്, സീറ്റുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് നമുക്കറിയുന്നതാണ് അതൊക്കെ. ബട്ട് ഐ വാസ് അലോൺ. ഒറ്റക്കായിരുന്നു. അലോൺ, ഒറ്റക്ക്. ആൻഡ് ഐ വാസ് ഫോളിങ്. അവരെന്ത് ചെയ്യാൻ, താഴോട്ട് വീഴായിരുന്നു. കിട്ടില്ല, കുഴപ്പമില്ലല്ലോ. ഐ ക്യാൻ റിമെമ്പർ ടേണിങ് ഓവർ ആൻഡ് ഓവർ ഇൻ ദ എയർ. അന്തരീക്ഷത്തിൽ ഒരുപാട് വട്ടം ഇങ്ങനെ മറിഞ്ഞ് ഇതായിട്ട് ഓർക്കുന്നു. ഐ റിമെമ്പർ തിങ്കിങ് ദാറ്റ് ദ ജംഗിൾ ട്രീസ് ബിലോ ലുക്ക്ഡ് ലൈക്ക് കോളിഫ്ലവേഴ്സ്. താഴെയുള്ള മരങ്ങളൊക്കെ കണ്ടപ്പോൾ എന്തായിട്ടാണ് തോന്നിയത്, ഓക്ക് തോന്നിയത് കോളിഫ്ലവർ പോലെയാണ് തോന്നിയത്. ദെൻ ലോസ് കോൺഷ്യസ്നെസ്. അങ്ങനെ ബോധം നഷ്ടപ്പെട്ടു. ബാക്കി എന്താ ഉണ്ടാവുക എന്നുള്ള അടുത്ത ക്ലാസ്സിൽ ക്ലിയർ ആണല്ലോ, കുഴപ്പമില്ലല്ലോ. ഡിമിനിഷ് എന്ന് പറഞ്ഞാൽ റെഡ്യൂസ്, കുറക്കുക എന്നാണ്. ഇൻസെസൻ്റ്ലി എന്ന് പറഞ്ഞാൽ ഇടത്തടവില്ലാതെ എന്ന അർത്ഥം. ക്ലിയർ ആണല്ലോ, ഓക്കെ അല്ലേ? നൗ പ്രധാനപ്പെട്ട ആശയങ്ങളാണ്. ദ നറേറ്റീവ് ജംഗിൾ എയർ ക്രാഷ് ഈസ് എ ട്രൂ അക്കൗണ്ട് ഓഫ് ദ ഹൊറിഫൈങ് എക്സ്പീരിയൻസ് ആൻഡ് മിറക്കുലർ എസ്കേപ്പ് ഓഫ് ജൂലിയൻ കോപ്പർ, ഹു വാസ് എ ടീനേജർ ഫ്രം എ ജംഗിൾ. ക്ലിയർ ആണല്ലോ, വിശദീകരിക്കണ്ടല്ലോ. ഷീ ബോർഡ് ദ ലാൻസ് എയർക്രാഫ്റ്റ് വിത്ത് മദർ ടു പുക്കാൽപ്പ ഓൺ ഡിസംബർ 24th, 1971 to spend Christmas with her father who was an ecologist. കിട്ടാത്ത വാക്കിലൊക്കെ റെഡിയാണല്ലോ, ചർച്ച വന്നതാണ് അതൊക്കെ. ഹെർ മദർ വാസ് ആൻ ഓർണിത്തോളജിസ്റ്റ്, പക്ഷി ശാസ്ത്രജ്ഞയാണ്. പിന്നെ എവറിത്തിങ് സീംഡ് ക്വൈറ്റ് നോർമൽ ആൻഡ് എവ്രി വൺ വാസ് ഇൻ എ ഹോളിഡേ മൂഡ്. എല്ലാം സാധാരണ പോലെയാണ്, പിന്നെ എല്ലാവരും ഹോളിഡേ മൂഡിലാണ്. ഷീ എൻജോയ്ഡ് ദ വ്യൂ ഫ്രം ദ സ്കൈ.
ഓളും ആകാശത്ത് നിന്ന് എന്ത് ചെയ്തു ആ കാഴ്ചകൾ ആസ്വദിച്ചു. ബട്ട് 30 minutes ആഫ്റ്റർ ടേക്ക് ഓഫ്, വിമാനം ഉയർന്ന് 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ദ എയർക്രാഫ്റ്റ് ഫ്ലൂ ഇൻ ടു എ തണ്ടർ സ്റ്റോം, അത് കാറ്റ് ചുഴിയിൽപ്പെട്ടു, ചുഴിയിൽപ്പെട്ട് നമുക്ക് അറിയുന്നതാണ്. ആൻഡ് ക്രാഷ്ഡ് ഇൻ ടു ഡെൻസ് ആമസോൺ ഫോറസ്റ്റ് 100 kilometers away ഫ്രം സിറ്റിസൺ. അങ്ങനെ തകർന്നിട്ട് എന്ത് ചെയ്തു അത് പിന്നെ നൂറുകണക്കിന് കിലോമീറ്റർ, അതായത് സംസ്കാരമുള്ള അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഇന്നത്തെ സംസ്കാരത്തിൽ നിന്ന് നൂറുകണക്കിന് കിലോമീറ്റർ ദൂരമുള്ള വളരെ ഇടത്തൂർന്ന ആമസോൺ കാട്ടിൽ എന്ത് ചെയ്തു, ആ ജംഗിളിൽ എന്ത് ചെയ്തു, അത് തകർന്നു വീണു, അറിയായിരിക്കും തകർന്നു വീണു. ഷി അലോൺ ഫെൽ ഡൗൺ ആൻഡ് ലോസ്റ്റ് കോൺഷ്യസ്നെസ്, അവൾ മാത്രമാണ് താഴോട്ട് വീണത്. പിന്നെ എന്ത് ചെയ്തു, ഉടനെ തന്നെ എന്ത് ചെയ്തു, അവൾക്ക് ബോധം നഷ്ടപ്പെട്ടു. ക്ലിയർ ആണല്ലേ മക്കളെ? ഈസി അല്ലേ? നൗ പോസിബിൾ ഡിസ്കോഴ്സ് ആണ്, അല്ല സോറി, ലെറ്റസ് റീവിസിറ്റ് ആൻഡ് റിഫ്ലക്റ്റിൽ ഒരു ചോദ്യമുണ്ട്. ഐ ഹാവ് ഓൾവേസ് എൻജോയ്ഡ് ഫ്ലൈയിങ് എന്ന് നറേറ്റർ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഫ്ലൈയിങ് ഇഷ്ടമാണോ, എന്തുകൊണ്ട് എന്നതിൻ്റെ അർത്ഥം ഒറ്റയ്ക്ക് എഴുതണം. ഞങ്ങൾ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് എഴുതിയെടുക്കുക. പക്ഷെ ആദ്യം ഒറ്റയ്ക്ക് എഴുതിയതിന് ശേഷമാണ് ഇത് നോക്കേണ്ടത്. ഓക്കെ അല്ലേ? രണ്ടുവട്ടം ചെയ്യുമ്പോൾ കൂടുതൽ നീളം പോകുന്നുള്ളത് കൊണ്ടാണ് ഇപ്പം ചെയ്താൽ മതി. ഓക്കെ, നൗ പ്രിപ്പയർ എ പ്രൊഫൈൽ ഓഫ് ജൂലിയൻ കോപ്പക് യൂസിങ് ദ ഇൻഫർമേഷൻ ഗിവൺ ബിലോ. ഒന്നും ആർക്കും അറിയാത്തില്ലല്ലോ. റെഡിയാണല്ലോ? പെണ്ണല്ലോ ചെയ്ത് നോക്കണേ. ജൂലിയൻ കോപ്പക്കിൻ്റെ അത് എഴുതി കഴിഞ്ഞ ശേഷം ഇതൊന്ന് കാണുക. പിന്നെ നറേറ്റ് ദ ഇൻസിഡൻസ് ദാറ്റ് ഹാപ്പൻഡ് ആഫ്റ്റർ ദ പ്ലെയിൻ ടുക്ക് ഓഫ്, പ്ലെയിന് മുകളിലോട്ട് പൊങ്ങിയ ശേഷമുള്ള കാഴ്ചകളൊക്കെ എന്ത് ചെയ്യാനാണ്, പിന്നെ നറേറ്റ് ചെയ്യാനാണ്. അതായത് വിമാനം പൊങ്ങി ആ തുറക്കുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാതെ കഴിഞ്ഞ് 30 മിനിറ്റൊക്കെ അപ്പോൾ എന്താ സംഭവിച്ചതെന്നുള്ളതാണ്. അങ്ങനെ അതിനെ എന്ത് ചെയ്തുകൊണ്ടാണ് ആ സംഭവങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഒരു നറേറ്റീവ് ഉണ്ടാക്കുക വേണ്ടത്. Now I think, or I hope you have learned what we have discussed. Thank you for watching. Meet you again. Till then, goodbye.